إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, അക്ഷരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനുമായ കാരുണ്യവാനും രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തേണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കരുണാവാരിധിയായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറ മാഇദയുടെ 3-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗമാണ് ആമുഖമായി ശ്രദ്ധയിൽ ഓതിവെച്ചത്. പ്രസ്തുത വചനത്തിലൂടെ കാരുണ്യവാനായ നാഥൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വദാഇന്റെ പ്രസംഗത്തിനിടയിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിന്റെ വചനം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും ആ മതത്തെ ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിട്ടുണ്ട് എന്ന വചനം ഉൾക്കൊള്ളുന്ന ആശയമാണ് ആ ആയത്തിലൂടെ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് കാരണം കൊണ്ട് ഒരു വിശ്വാസി സ്നേഹിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. പ്രവാചകനോടുള്ള സ്നേഹം
വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ദിനങ്ങളിലൂടെയാണ് വിശ്വാസി സമൂഹം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രവാചകന്റെ സഹാബത്തിന്റെ ജീവിത മാതൃകകളെ, അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആദർശം സ്വീകരിക്കുന്ന മുവഹിദുകളായ കേരളത്തിലെ മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കേൾക്കാറുള്ള ഒരു സംസാരം അവർ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ഒരു 11 മണി സമയമാകുന്ന സമയത്ത് അവിടെ കൂടിയ ആളുകളെല്ലാം ബഹുഭൂരിഭാഗം വരുന്ന അഖില സുന്നത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്ന സുന്നി വിഭാഗത്തിലെ ആളുകളാണ്. ഒരു 11 മണിയോടുകൂടി അവർക്കൊരു ദിക്റുണ്ട്. ആ ദിക്റിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രോഗ്രാം തൽക്കാലം അവസാനിപ്പിക്കുന്ന ഒരു സമയത്ത് അവിടെയുള്ള സുഹൃത്ത് സംസാരിച്ചൊരു സംസാരം, ഈ പ്രോഗ്രാമിന് കുറച്ച് മുജാഹിദുകളെ വിളിച്ചാൽ മതിയായിരുന്നു അവർക്ക്, കാരണം അവർക്ക് ദിക്റും ദുആകളും ഒന്നും ഇല്ലല്ലോ എന്നതാണ് സൂചിപ്പിച്ചത്. ദിക്റുകളും ദുആകളും കുറഞ്ഞ ഒരു സമൂഹമാണോ മുജാഹിദ് ആശയമുള്ള ആളുകൾ? അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാണോ മുജാഹിദുകൾ എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ സലഫികൾ എന്നറിയപ്പെടുന്ന ആളുകൾ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതമായി കാണിച്ചു തന്നത്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയ ആദർശങ്ങൾ എന്താണോ, ആ ആശയ ആദർശങ്ങളും പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള ശരിയായ തൗഹീദും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, മുവഹിദുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുസ്ലിങ്ങൾ ഇന്ന് കാണുന്ന മുസ്ലിം അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ജന്മദിനത്തിന്റെ പേരിൽ പോലും അതിരുവിട്ട ആഘോഷങ്ങളും പേക്കൂത്തുകളുമാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ എത്രത്തോളം സ്നേഹിക്കണം എന്നത് അവന്റെ വിശ്വാസവുമായി, വിശ്വാസത്തിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇപ്രകാരമാണ്: ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാകുന്നില്ല. ഏതുവരെയെന്നോ, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നത് വരെ, ഏതിനേക്കാൾ? അവന്റെ മക്കളെക്കാളും അവന്റെ പിതാക്കളെക്കാളും മാതാപിതാക്കളെക്കാളും വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും അവൻ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരു മനുഷ്യന് വിശ്വാസിയാകാൻ സാധ്യമല്ല. അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് അള്ളാഹുവിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് പ്രവാചകനെ ആയിരിക്കണം എന്നതാണ്. ലോകത്ത് നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ പറയുന്ന ഏതൊരു കാര്യത്തെക്കാളും നമുക്ക് ഇഷ്ടമാവേണ്ടത് പ്രവാചകനോടുള്ള മഹബ്ബത്താണ്, പ്രവാചകനോടുള്ള സ്നേഹമാണ്. എന്നാൽ ഈ പ്രവാചകന്റെ സ്നേഹം എന്ന് പറയുന്നത്, പ്രവാചകനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്
കേവലമായ ഏതെങ്കിലും ഒരു മാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമോ മാത്രം പ്രകടിപ്പിക്കേണ്ടതാണോ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 24 മണിക്കൂറും ഒരു ദിവസത്തിൽ ഉണ്ടാകേണ്ടതാണ് തന്നെ സ്നേഹിക്കുന്ന, അതേപോലെ തന്നെ താൻ മറ്റെന്തിനേക്കാളും സ്നേഹിക്കേണ്ടുന്ന ആ പ്രവാചകനോടുള്ള സ്നേഹവും എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, എന്നെ കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും എനിക്ക് താങ്കളെ ഇഷ്ടമാണ് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകുന്ന, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് കാണിക്കുന്ന ഒരു സമീപനം, പ്രവാചകൻ പറഞ്ഞത് ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക ഇല്ല ഉമറേ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ കാരുണ്യവാനായ നാഥൻ തന്നെയാണ് സത്യം. നിന്നെക്കാളും എന്നെ നീ ഇഷ്ടപ്പെടുന്നത് വരെ നിനക്ക് ഉന്നതികൾ കരസ്ഥമാക്കാൻ കഴിയില്ല എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ആൻ യാ ഉമർ, ഉമറേ ഇപ്പോഴാ നിന്റെ വിശ്വാസം പൂർത്തിയായത്, അല്ലെങ്കിൽ വാജിബ് പൂർത്തിയായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതാ. എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ശരിയായ തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ്, അങ്ങേയറ്റം സ്നേഹിക്കേണ്ടവരാണ്. സഹാബികൾ എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്നതാണ്. ഇസ്ലാമിക ചരിത്രം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ സ്വന്തം ശരീരത്തെക്കാൾ അല്ലെങ്കിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ ത്യജിച്ച ആളുകൾ സഹാബികളുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച, കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രവാചകനെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പ്രവാചകന്റെ കൂടെ സഞ്ചരിച്ച സഹാബത്തുണ്ട്. എന്ന് പറഞ്ഞാൽ തന്റെ ഉറക്കം പോലും പ്രവാചകന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ യാത്ര, പ്രവാചകന്റെ കൂടെയുള്ള യാത്രയിൽ സൗർ ഗുഹയിൽ താമസിക്കുന്ന ആ സമയമൊക്കെയുണ്ട്. പ്രവാചകനെ എത്രമാത്രം സ്നേഹിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകന് ആ പ്രവാചകൻ തന്റെ മടിയിൽ കിടക്കുമ്പോ എല്ലാ പൊത്തുകളും തന്റെ കൈകൊണ്ടടക്കുകയാണ്. മാത്രമല്ല അതിൽ നിന്ന് ഒരു പാമ്പിന്റെ കടിയേൽക്കുമ്പോ അതിന്റെ അസഖ്യമായ വേദനയിൽ പോലും തന്റെ പ്രവാചകൻ എന്റെ ശരീരത്തിന്റെ ഇളക്കം കാരണം ഉണരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ വേദനയെ കടിച്ചമർത്തി നിൽക്കുമ്പോ തന്റെ കണ്ണിൽ നിന്നും മിറ്റി വീണ ആ കണ്ണുനീർ തുള്ളികൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരുന്ന ചരിത്രം, അത് സൗർ ഗുഹയിൽ പ്രവാചകനെ എത്രമാത്രം സ്നേഹിച്ചു സഹാബത്ത് എന്നതിന്റെ ഏറ്റവും മഹിതമായ ഉദാഹരണമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ആരെങ്കിലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ ഖുലഫാ റാഷിദീങ്ങളോ പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബത്തോ ഒന്നും തന്നെ ഇന്ന് കാണുന്ന പേക്കൂത്തുകൾ പോലെ കാണുന്ന പ്രവാചക സ്നേഹം എന്നതിന്റെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ്. അവരാരും തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കുമ്പോ ഇല്ല എന്നതാണ് ചരിത്രവും പ്രമാണവും നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നത് എന്നതാണ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. അവരെക്കാൾ നബിയോട് സ്നേഹം പിന്നീട് വന്ന ആർക്കെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അവർ ഒരിക്കലും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു നബിദിനം എന്ന പേരിൽ ഒരു പ്രത്യേകമായ ആഘോഷങ്ങളോ ആചാരങ്ങളോ കൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ നമുക്കും അതിന്റെ ആവശ്യമില്ല എന്നതാണ് പ്രവാചകനെ പിൻപറ്റുന്ന, പ്രവാചകനെ സ്നേഹിക്കുന്ന മുവഹിദുകളായ ആളുകൾ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് എന്നതാണ്. നബിദിനം എന്ന് പറഞ്ഞത് ബിദ്അത്താണ്. ഇത് അള്ളാഹുവിന്റെ മതമാണ്.
അത് പഠിപ്പിക്കാനാണ് അള്ളാഹു പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അവരിൽ അവസാന പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ മതത്തെ അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആനിന്റെ വചനം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറ മാഇദയുടെ 3-ാമത്തെ ആയത്താണ്. എന്താ പറയുന്നത്? ഇന്നത്തെ ദിവസം ഈ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും അത് നിങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. ഈ ദീൻ മതത്തെ നിങ്ങൾക്ക് ഞാൻ കൃത്യമായും പൂർണ്ണമായും തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വചനം ഓതിയ ശേഷം മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാചകം ഏറ്റവും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ ലാ യകൂനു യൗമ ദീനൻ വലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. അദ്ദേഹം പറഞ്ഞത്, അതിനാൽ തന്നെ ഈ ആയത്ത് ഓതിയിട്ട് പറയാ, അതിനാൽ തന്നെ അന്നേ ദിവസം മതമല്ലാത്ത ഒന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുമ്പോ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോ മതമല്ലാത്ത ഒന്നും ഇന്നും മതമായി ആചരിക്കാവതല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് അല്ലെങ്കിൽ പ്രവാചകൻ കാണിച്ചു തരാത്ത അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇന്ന് മതമായി ആചരിക്കാൻ പാടില്ല. ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ നന്നായ കാര്യം കൊണ്ടല്ലാതെ അവസാന കാലക്കാരും നന്നാവുകയില്ല എന്നാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ്. ഒന്നുകൂടെ അതിന്റെ ഗൗരവം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന, നന്മയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധ ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ജൽപ്പിക്കുന്നത്, അവൻ പറയുന്നത് മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിനെ, ആ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ നിന്ന് നിങ്ങളെ വിദൂരമാക്കപ്പെടുന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കപ്പെടുന്ന ഒരു കാര്യവും നിങ്ങളെ ഞാൻ പഠിപ്പിക്കാതെ പോയിട്ടില്ല എന്നതാണ്. സ്വർഗം നേടിത്തരേണ്ടുന്ന ഒരു നന്മയും പ്രവാചകൻ മതത്തിന്റെ പേരിൽ നമുക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് വിരോധിക്കാതിരുന്നിട്ടില്ല. ഇത് പറഞ്ഞു തരാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ പ്രവാചകൻ അത് കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ കാണിച്ചു തരാത്ത, പ്രവാചകനെ സ്നേഹിക്കുന്ന ആ സഹാബത്ത് കാണിച്ചു തരാത്ത, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ആരും തന്നെ ചെയ്യാത്ത, ഹിജ്റ 300-ന് ശേഷം കടന്നു വന്നിട്ടുള്ള ഒരു ബിദ്അത്ത്, ആ ബിദ്അത്തിന്റെ നന്മയെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് ചേർത്ത് വെക്കല്ല എന്നാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ കൊണ്ടുവന്നാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകൻ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദൻ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ പറഞ്ഞത്? നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കാൻ വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. ഒന്നുകൂടെ പറഞ്ഞു, വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എന്താ കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് എന്ന് പറയുന്നത് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം പുത്തനാചാരമാണ്. മാത്രമല്ല എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്, ദലാലത്താണ്. എല്ലാ വഴികേടുകളും മനുഷ്യനെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ്. മതത്തിൽ പുതുതായി കടത്തപ്പെടുന്ന ഇത്തരം ബിദ്അത്തുകളെ സൂക്ഷിക്കാൻ പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. വഇയ്യാകും വൽ മുഹദസാത്തിൽ
മുഹ്ദസാത്തിൽ ഉമൂർ. നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എന്താ സൂക്ഷിക്കേണ്ടത്? കാര്യങ്ങളിൽ മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ബിദ്അത്തുകളായി കടന്നു വരുന്നതാണ്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തുൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴിപിഴവുമാകുന്നു എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ മുജാഹിദുകൾ അവർ നബിദിനം ആഘോഷിക്കാത്തത്? അതിന്റെ കൃത്യമായ ഉത്തരമാണ് നമുക്ക് പറയാനുള്ളത്. അവർ അത് ആഘോഷിക്കാത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ, പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച സഹാബത്ത്, ആ സഹാബത്തിന്റെ ജീവിതത്തിലോ ഒരിക്കൽ പോലും ഒരു സുന്നത്തായി, അതല്ലെങ്കിൽ അവർ ചെയ്തതായി, ഒരിക്കലെങ്കിലും അവർ ആഘോഷിച്ചതായി കാണാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. ഇതെവിടെ നിന്നാ വന്നത്? ഇത് ജൂത ക്രൈസ്തവരോടുള്ള സാദൃശ്യപ്പെടലാണ് എന്ന് കൃത്യമായി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം എന്നതാണ്. ജന്മദിനാഘോഷങ്ങളുടെ ആവിർഭാവം പരിശോധിച്ചാൽ അത് ചെന്നെത്തുന്നത് ജൂതന്മാരുടെയും ക്രൈസ്തവരിലേക്കുമായിരിക്കും എന്നതാണ്. തങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം മതത്തിന്റെ ആഘോഷമായി കൊണ്ടാടുന്ന രീതി ലോകത്ത് ക്രിസ്ത്യാനികൾ ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും ആഘോഷിക്കപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ പിൻപറ്റുന്നത് ആരുടെ പാതയാണ് എന്ന് കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത പിൻപറ്റുന്ന ആളുകൾ അത് നബിയുടെ ആൾക്കാരല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവരിൽപ്പെട്ടവനാണ്. അവൻ ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ട് അവൻ വരേണ്ടതില്ല. അവൻ 5 നേരം നമസ്കരിച്ചിട്ട് കാര്യമില്ല, അവൻ ഏതെങ്കിലും നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ അവൻ നോമ്പനുഷ്ഠിക്കുകയോ ഖുർആൻ പാരായണം ചെയ്യുകയോ ഖുർആനിന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവാചകൻ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ. ക്രിസ്ത്യാനികൾ ക്രൈസ്തവരുടെ ദൈവമായി, സങ്കല്പമായി, പുരുഷൻ ദൈവമായി, പുത്രനായി കാണുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ സാദൃശ്യപ്പെടുത്തി അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളെ അവരെ സാദൃശ്യപ്പെടുത്തി ചെയ്യുന്നുവെങ്കിൽ പ്രവാചകൻ പറഞ്ഞത് അവരെ ഇസ്ലാമിലേക്ക് കൂട്ടിപ്പറയേണ്ടതില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു, അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ അതിന്റെ ഗൗരവം പ്രവാചകൻ പറഞ്ഞത്, അവസാന കാലഘട്ടങ്ങളിൽ മുസ്ലിം സമൂഹം എത്തപ്പെടുന്ന ഭീതിതമായ ഒരവസ്ഥയെ സംബന്ധിച്ച പ്രവാചകൻ പറഞ്ഞത്, അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ആ ചര്യകൾ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചുവെങ്കിൽ നിങ്ങളും അതിൽ കടക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സമയത്തോ സഹാബത്ത് ചോദിക്കുന്നുണ്ട് പ്രവാചകനോട്, കുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽ യഹൂദ വന്നസ്വാറ, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പിൻപറ്റുമെന്ന് പറഞ്ഞത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ എന്ന് ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം പ്രവാചകൻ പറഞ്ഞു, ഫമൻ, അതല്ലാതെ മറ്റാരെയാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം സമൂഹം പ്രവാചകനോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് അവർ പിൻപറ്റുന്നത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത, പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ലാത്ത, പ്രവാചകന്റെ സഹാബത്ത് ഒരിക്കൽ പോലും ജീവിതത്തിൽ അവർ ആഘോഷിച്ചിട്ടില്ലാത്ത ഇത്തരം ബിദ്അത്തുകൾ, ആ ബിദ്അത്തുകൾ നിർവഹിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ ലേബലിലല്ല അറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞത് അന്ത്യപ്രവാചകനാണ് എന്നാണ്. അവർ പിൻപറ്റുമെന്ന് പറഞ്ഞത് ആരാണ്? അന്ത്യപ്രവാചകനാണ്. അവിടെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തമ തലമുറകൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് ഈ ബിദ്അത്ത് എന്ന് നമ്മൾ കൃത്യമായും മനസ്സിലാക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ തുടങ്ങിയതാരാ? മുസ്ലിങ്ങൾ തുടങ്ങിയതല്ല, ഷിയ എന്ന് പറയുന്ന വിഭാഗം തുടങ്ങിയതാണ്.
ഷിയ എന്ന് പറയുന്ന വിഭാഗമാണ് ആദ്യമായി ഷിയാക്കളാണ് ഈ ആഘോഷം തുടങ്ങിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാണ്. നബിദിനം ലോകത്ത് ആദ്യമായി തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളിലെ തീവ്ര വിഭാഗമായിട്ടുള്ള ഫാത്തിമിയാക്കളിലെ അതിരുവിട്ട കക്ഷികളായ ഉബൈദിയാക്കളാണ് ഇത് തുടങ്ങിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരാരാ? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. അതേപോലെ തന്നെ ആദ്യത്തെ 3 ഖലീഫമാർ അലി റളിയല്ലാഹു അൻഹു അല്ലാത്ത 3 ഖലീഫമാരും നരകത്തിലാണ് എന്ന് നഊദു ബില്ലാഹ് അങ്ങനെ പറഞ്ഞ ആളുകളാണ്. അതേപോലെ തന്നെ അവരാണ് മസ്ജിദുൽ ഹറമിൽ രക്തച്ചൊരിച്ചിൽ നടത്തിയ ആളുകളാണ്. ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകളാണ്. അതിനെ തകർത്ത ആളുകളാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ഈ ആളുകൾ ദീനിൽ കടത്തിക്കൂട്ടിയതാണ് നബിദിനം എന്ന് പറയുന്നത്. അതൊരിക്കലും തന്നെ പ്രവാചകനോ പ്രവാചകനെ സ്നേഹിച്ച സഹാബത്തോ ഹിജ്റ 300 വരെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ആചാരമാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഗൗരവം വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ളത്. അതുമായി എന്ത് നിലപാട് വിശ്വാസികൾ മുവഹിദുകൾ സ്വീകരിക്കണം? വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ്. അവരെന്തെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലും അതിനൊന്നും പ്രയാസപ്പെടേണ്ടതില്ല. കാരണം അള്ളാഹുവോ അള്ളാഹുവിന്റെ പ്രവാചകനോ ദീനിന്റെ ആചാരമായി കാണിച്ചു തരാത്തതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒരു അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ പ്രവാചകന്റെ ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.